കാക്കരപ്പൂ പഠിക്കലും വായോ ഞാനിട്ട പൂക്കളം കാണാനും വായോ ആർപ്പേ ആർപ്പേ ഹലോ ഗായ്സ്, എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ. നമ്മൾ വെളുപ്പിന് നേരിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ വെളുപ്പിന് 2 മണി ടു 3 മണി ആ നേരത്തൊക്കെയാണ് ഓണം കൊള്ളുന്നത് കേട്ടോ. വേഗം തന്നെ കുളിച്ച് ഇത് സെറ്റിൻ്റെ ധാവണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്ത് അടുക്കളയിൽ കയറാൻ പോവാം. അടുക്കളയിൽ കയറിയിട്ട് ആദ്യം ചെയ്യേണ്ട പണി നമുക്ക് നമ്മുടെ കാക്കിരിയപ്പനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അട ചൂടണം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്കൊക്കെയായിരുന്നു. അമ്മ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ കുളിച്ച് വരുമ്പോഴത്തേനും അട ഉണ്ടാക്കേണ്ട പണിക്ക് റെഡിയാക്കണം. അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഓണം ഊട്ടാൻ പോവാണ്. ഇനിയിപ്പോൾ ചടപടേന്ന് തുടങ്ങുകയാണ്. ഇപ്പം തൊട്ട് നമ്മുടെ ഈ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയട്ടോ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കടക്കല്ലേ നമ്മുടെ വീഡിയോയിലോട്ട്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ നേരം നിൽക്കും പരിചകളുടെ നീയൊളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം സമയം 3:45. ഞാൻ 2:35 ആയപ്പോൾ എണീറ്റു. 2:35 ഞാൻ അലറാൻ വെച്ചിട്ടല്ലേ എണീറ്റത്. കറക്റ്റ് കാശ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുളിയും തെളിയൊക്കെ നിന്നു. കുളിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ മമ്മി ഹായ്. അമ്മ ഓട്ടത്തിലാണ്. നമുക്ക് വേഗം വിളക്ക് കാട്ടി സെറ്റൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ പക്ഷെ കാശ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. അതായത് പാല് കുടിക്കലും വേഗം തന്നെ ഉറങ്ങിയ. പിന്നെ വെള്ളത്തിനാണെങ്കിൽ തണവുണ്ടായില്ല. വെള്ളത്തിന് തണവുണ്ടാവാത്ത കാരണം ഹായ് മമ്മി ഹാപ്പി ഓണം. തണവ് കുറവായിരുന്നു. എനിക്കും വേണം ചന്ദനം. തരത്തില് ചന്ദനം. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ നേരം നിൽക്കും താളം പരിചകളുടെ നീയൊളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം ഗൈസ്, അങ്ങനെ നമ്മൾ ഓണം ഊട്ടാൻ പോവാണ്. നല്ല പേടിയാവുന്ന പരപരാ കൂരിട്ട് അട എന്തോ
എൻ്റെ അട അമ്മ എന്നെ ചിലപ്പോൾ ഓടിക്കും. ഞാൻ മറന്നു, അതിൻ്റെ ഉള്ളിൽ അടിയിരിക്കുന്ന കാര്യം മറന്നുപോയി. ആ വരിക, വേഗം തന്നെ വരിക, വേഗം തന്നെ വരിക. ആയി അച്ഛന് സന്തോഷായില്ലേ ഞങ്ങള് മങ്കുകളായിട്ട് വന്നപ്പോള്? യെസ്റ്റർഡേ അച്ഛൻ ടോൾഡ് സെറ്റ് സാരി എടുത്ത് നിൽക്കണം, സെറ്റ് മുണ്ട് എടുത്ത് നിൽക്കണം. അതെ, പിന്നെ എന്തൊന്നും വരില്ലായിരുന്നു താഴത്തേക്ക്. ഇത് നമ്മളുടെ നികിലിന്റെ കലാവിരുതാണ്. വൗ, കാക്കിരി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. ഓണം കേറട്ടെ, മലയാളം പാടും നിൻ തീരത്ത്. കാക്കിരിപ്പൻ സൂപ്പർ കൊലിപ്പാട്ടി. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരുപാട് ചടങ്ങുകൾ മനസ്സിലായി കാണില്ലായിരിക്കും. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ കാക്കിരിപ്പനെ വെച്ച് കാക്കിരിപ്പനെ കോടി ഉടിപ്പിക്കുന്നതാണ് ഒരു നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടണത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഓണത്തിന് മെയിനായിട്ട് വേണ്ടത് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ വെച്ച് ബാക്കിയുള്ള പുഷ്പങ്ങളൊക്കെ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ കാക്കിരിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടയാണ്, മധുരമില്ലാത്ത അട. അതുണ്ടാക്കിയിട്ട് നാളികേരം ഉടച്ചിട്ട് അതിൽ തുമ്പപ്പൂവിൻ്റെ പൂവോ അല്ലെങ്കിൽ തുമ്പപ്പൂവിൻ്റെ ഒരു 2 കഷ്ണം എടുത്തിട്ട് 2 എണ്ണത്തിലാക്കിയിട്ട് ഇടും. അപ്പോൾ ഒരെണ്ണത്തിൽ അച്ഛനും ഒരെണ്ണത്തിലും അമ്മയാണെന്നാണ് പറയുക. ആരാണോ ആദ്യം എടുക്കണേന്ന് നോക്കും കേട്ടോ. അതായത് ഈ ഒരു വർഷത്തെ എങ്ങനെയാണെന്നാണ്, ഫസ്റ്റ് അമ്മയാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലത്തെ അതായത് അമ്മയാണ് ആദ്യം എടുക്കേണ്ടത്, അതിനുശേഷമാണ് അച്ഛൻ എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഓണം വിളിക്കുകയാണ്. നോക്കട്ടെ ആര് ഫസ്റ്റ് എടുത്തു? മമ്മി എടുത്തു മതിയല്ലേ? അപ്പോൾ ഈ നാളികേരം ഉടച്ചിട്ടെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഒഴിക്കണം. അങ്ങനെയും ഓരോ ചടങ്ങുകളുണ്ട് കേട്ടോ, ഓരോരോ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതേ അമ്മ ഓണം കയറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കള വരെ പോവും, വാതിലുമ്മലൊക്കെ കുറേ കൈയൊക്കെ വെക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്ന ആ സമയത്ത്, പക്ഷേ ആൾ ഇങ്ങനെ നിന്നൊന്നുമില്ല, എണീറ്റ് ഇങ്ങനെ കിടന്നു. ആ നേരമായപ്പോൾ, ഓണം കൊള്ളാൻ നേരമായപ്പോൾ എണീറ്റ് എൻ്റെ തോളത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉറക്കാൻ നോക്കട്ടെ അവനെ. ഞാൻ എൻ്റെ നോക്കി കുട്ടൻ കുളിച്ച് റെഡിയായി ചായ കുടിക്കാൻ പോകുന്നു. ഓണം റോട്ടിക്ക് പോവാൻ നിൽക്കണ്. ഈശ്വര കൂര ഇട്ടിരിക്കുന്നത്. എത്ര മണി? 4:50. അപ്പൊ ഞങ്ങള് നേരെ അടുക്കളേക്ക് കയറാൻ പോവാണ്. കാശീന് ഉറക്കി 4:15 കണ്ടിന് ഉറക്കം അങ്ങെടുക്കാൻ പോയാണ്. 4:45 ഏകദേശം ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് കറി? അവിയൽ വയ്ക്കാം, സാമ്പാർ വയ്ക്കാം, പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ഇച്ചിരി മത്തങ്ങയും പേരും വയ്ക്കും. ഞങ്ങള് 2 കൂട്ടരും പോണ കാരണം ഇവിടെ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടേ. മോരുകാച്ചിയുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് വേഗം അടുക്കള കയറി വേഗം പണി വയ്ക്കാം.
അല്ല വെക്കണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങള് വേഗം പണി കഴിച്ചപ്പോൾ ഇത് വേറെ ഒന്നും ഇല്ലല്ലോ. ആ നേരത്തിന് ഓടാൻ നിൽക്കണ്ട. അതെ, ഇന്ന് എന്നിട്ട് നമ്മുടെ പെണ്ണുണ്ടല്ലോ, അമ്മതിച്ചിട്ട് വെച്ചിട്ട്. അതെ, സഞ്ജുവും പെൺകുട്ടി ഉണ്ടല്ലോ, പക്ഷെ അവരുടെ വീട്ടിലേക്ക് എന്തോ 1 മണിക്ക് വിളിച്ച് ചെന്നിട്ടാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആവുകയാണെങ്കിൽ അവരോട് പൊക്കോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആദ്യത്തെ ഓണാണ് അവരുടെയും, വേഗം വീട്ടിലേക്ക് ചെല്ലണ്ട. അവൾ അന്നച്ഛൻ പ്രത്യേകം പറഞ്ഞതാ ഉച്ചയ്ക്ക് വിടണം നേരത്തെയാണ്. അപ്പം നേരത്തെ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വിളിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഞങ്ങൾ അടുക്കളയിൽ കയറിയിട്ട് ബാക്കി പരിപാടി തുടങ്ങട്ടെ. അച്ഛൻ ചായ കുടിക്കാം. ടാറ്റാ. അപ്പോഴേക്ക് ഇത്തു ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിരിക്കാണ്ട്. അവൾ ഇന്നലെ ഒരുപാട് കണ്ണടച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഇവിടെ നിന്ന് കയറി പോയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞു. പിന്നെ ഈ 2 മണി നേരത്തെ അവൻ എണീറ്റു. പിന്നെ ഇങ്ങോട്ട് വന്നു. അങ്ങനെയല്ലേ. അപ്പോൾ ഉറപ്പൊട്ടും ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ഇവിടെ അമ്മ എല്ലാ പച്ചക്കറിയും ഇന്നലെ വൈകുന്നേരം ഇരുന്ന് അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കാണിച്ചു തരാം. ഇവിടെ പച്ചപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഇന്നലെ. അപ്പോൾ നമുക്ക് പണികൾ വേഗം എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇത് എന്താ കെറ്റിൽ ഓണാക്കിയിട്ടായിരിക്കും. ചായക്ക് ആദ്യം വെച്ചിരിക്കുക കേട്ടോ. ആദ്യം ചായ കുടിക്കാം. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഇന്ന് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4:45 5 മണി ആയപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കുറച്ച് ചായ വെച്ചു. ഇനി സാമ്പാർ വെക്കണം, അവിയൽ വെക്കണം, മത്തങ്ങയും പയറും വെക്കണം, പിന്നെ പച്ചപ്പയർ പുഴുക്ക് വെക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാമല്ലോ ഞങ്ങൾ വെക്കുന്നത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറപനതാളം പരിചകളുടെ നീരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുക്കുമിടയിലും
നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. നമ്മുടെ പൂ നിൽക്കണ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ രാത്രിയാണെങ്കിലുണ്ടല്ലോ CFL ഇട്ട പോലെ ആയിരുന്നു. രാത്രി ആ പൂ മാത്രം ഇങ്ങനെ നിൽക്കായിരുന്നു. നമുക്ക് വെള്ളക്കൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഈ അടുക്കളയിൽ ഇപ്പം അമ്മയും ഇതൊക്കെ ഉണ്ട്. കാശ് ഭയങ്കര വാശി. ഞാൻ എണീറ്റപ്പോൾ തുടങ്ങി പാവം എണീക്കും. അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് അത് പുട്ടുണ്ടാക്കാൻ നിൽക്കുകയാണ്. വെളുപ്പിന് ഏറ്റവും തന്നെ വയറ് ഭയങ്കരമായിട്ട് കത്തലുണ്ടായിരുന്നു. വേഗം തന്നെ പുട്ട് ചുടാന്ന് വെച്ചു. പുട്ട് ചായ കുടിക്കുന്ന നേരത്തെ ചുട്ടാൽ മതിയോന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കള അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാമല്ലോ. മത്തങ്ങയും പയറുമാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഇത് മുട്ടിട്ടിട്ടുള്ളൂ ഇത്. അതായത് ഒരാഴ്ച കൊണ്ടാണ് പൂക്കൾ വിരിഞ്ഞത്. ഞാൻ പോയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പോയത്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോകുമ്പോൾ ഒരു 1-2 മുട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നോക്കി നൈസായിട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റാക്കണം. മറ്റേ ഉണ്ട റോസും വെക്കണം. നിറച്ച് സെറ്റാക്കണം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പട്ടിഷോ ഇതെനിക്ക് നമ്മുടെ കൂത്താമ്പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. നിനക്ക് ഇവിടെ ചെയ്തത് കളക്ഷൻസ്. ഇതെന്തോട് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ഇതേപോലെ ചുറ്റി നിൽക്കേണ്ടി. ഞാൻ ഇന്നലെ രാത്രി നീ ഇന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാ? ഞാൻ കെട്ടിയെടുത്താലോ നീ എല്ലാരോടും നിഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നാളെ സെറ്റ് മുണ്ടെടുക്കുന്നത്. നാളെ രാവിലെ ഇരിക്കില്ല, കുളി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും. അല്ല ഞാൻ ഇന്നലെ രാത്രി സാധനം ചെന്ന് അപ്പൊ തന്നെ സാധനം പ്ലീറ്റ് പിടിച്ചു. എനിക്കിപ്പോ ഈ സംഭവം ഉള്ളത് ഞാൻ ഇത് ഉണ്ടാവുന്ന വിചാരിച്ചിരുന്നു. കാരണം വേറെ ഒന്നും എടുക്കണ്ടല്ലോ. തെയ്യത്തിന്റെ ആണെങ്കിൽ ജാക്കറ്റ് തെയ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് കിട്ടോ അത് ജാക്കറ്റില്ല. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുക്കളത്തെ ഏകദേശം പരിപാടികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കറികൾ അവിയൽ, മോരുകാച്ചി, പിന്നെ എന്നിട്ടാ മത്തങ്ങയും പയറും, സാമ്പാർ, പച്ചപ്പയർ വറുത്ത്. ഓ ഇന്ന് ഇത്തിരി ഗ്രാൻഡാലോ ഗീത്തോ. ഇത് കുറച്ച് അധികം വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരത്തെ പോകട്ടെന്ന്. പിന്നെ നേരത്തെ പോകണം. എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇപ്പം ഞങ്ങൾ കാശിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കണ്ണും ചുവടും തരുന്നുണ്ടായിരുന്നില്ല എണീറ്റിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ട്. പോയിട്ട് മേലെ പോയിട്ട് പാറൂസ് ഉണ്ട്. അതിന് എത്ര മണിയായിട്ട് സമയം? 7:15. എന്നാൽ അവർക്ക് നേരം വെളുത്തിട്ടില്ല. കാക്കിരിപ്പൻ സൂപ്പർ. നമ്മൾ തലേദിവസം തന്നെ, അതായത് ഉത്രാടത്തിന് രാവിലെ തന്നെ കുറേ പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ കുറേ പൂക്കൾ. അങ്ങനെ പൂക്കൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് റൂമിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. എല്ലാതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പൂക്കൾ ഇടണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശിക്കുട്ടനെ നല്ല വാശിയായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ല ഉഷാറോടെ ആളെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അവനെ കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കിട്ടോ. അടുക്കളയിൽ ഉണ്ട് ആളില്ല. ഇത് വേറൊരു സാറ് വാങ്ങിയിട്ടീന്. കാശി വാ, അച്ചാച്ചൻ്റെ അടുത്തേക്ക് വാ. അച്ചാച്ചാ ചന്ദനൊക്കെ തൊട്ടാ ഷെയ്ക്കിന്റെ കാശിക്കുട്ടനെ ഞാൻ വേഗം തന്നെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ. നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പാറൂനെ നേരെ കുളിപ്പിക്കുക ചെയ്തത്. അപ്പോൾ എനിക്കും നിതീഷ് ചേട്ടനും കൂത്താമ്പള്ളിയിൽ നിന്ന് ഒരു ധാവണിയും അതേപോലെ കുർത്ത തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ മാച്ചിന് സെയിം കിട്ടിയില്ലെങ്കിലും ഏകദേശം അതേപോലെയൊക്കെ ആയിട്ട് ഞാൻ കാശിക്കുട്ടനും പാറൂസിനും ഒരു ടോപ്പും കുർത്തയും ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു.
പാറുട്ടനെ വേണ്ട മേക്കപ്പ് ഒക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ മുല്ലപ്പൂ മേടിക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഒരു ഹെയർ ബാൻഡ് വെച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കിത് ഇഷ്ടമായി. ഡ്രസ്സും ധാവണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മുടെ കീത്തു പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഓണത്തിൻ്റെ പാട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര വൈബിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. തിരുവാവണി രാവ് അതൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ അടുത്ത വർഷങ്ങളിലൊന്നും ഇത്രയും എന്താ പറയുക സാരിയൊക്കെ കൊടുത്ത് നല്ലൊരു കേരളത്തനിമയോടുകൂടെ കാര്യങ്ങൾ ചെയ്തത് ഈ ഒരു വർഷമാണ്. അതായത് ഞങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ എണീറ്റ് 3 മണി തൊട്ട് ഫുൾ ത്രൂ ഔട്ട് അടുക്കളയിൽ ഇരുന്ന് ഒരു 7 മണിയാകുമ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിച്ച് അപ്പം വേഗം വിളക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് നല്ല മഴയുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിളക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ചിലയിടത്ത് വിളക്കിൻ്റെ തിരിങ്ങനെ എണ്ണയ്ക്ക് താത്തിക്കെടുത്തും, ചിലരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിക്കെടുത്തും. പിന്നെ ഈ വെള്ളം സൈഡിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഐതിഹ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2 ഇടത്തെ വിളക്കും എടുത്ത് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ്. ഈ വാനരന്മാരെയും വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനിരിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അതായത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റാറില്ല എന്നുള്ള വാസ്തവം. അതായത് 3 ആളെയും കൂട്ടി ഇരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അവരിങ്ങനെ വാരി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. പക്ഷെ അച്ഛന് പണ്ടുള്ള നിർബന്ധമായിരുന്നു എല്ലാവരും കൂടെ എപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കണമെന്ന്. ഞങ്ങൾ മക്കളായി പിന്നെയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പലരായിട്ട് കഴിക്കാൻ തുടങ്ങിയത്. മക്കളാവുന്നേക്കാൾ മുമ്പ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഈ 4 പേരെയും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് 4 എണ്ണത്തിനെയും കൂടെ മുറ്റത്തിറക്കി. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ 4 പേരുടെയും കൂടെ ഫോട്ടോ വെച്ചൊരു വലിയൊരു ഫ്രെയിം ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഈ അടുത്തൊന്നും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിളിച്ചത് വാശി പിടിച്ച് കരഞ്ഞ് ഓടുന്നതാണ് കാണുന്നത്. കാശി വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ട് അവന് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഓടാണ് കേട്ടോ ചെയ്യുന്നത്. ആ നേരം കൊണ്ട് ചേട്ടൻ കളം വരയ്ക്കാനായിട്ട് ഇരിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലൊക്കെ 3 കളർ പൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പൂവ് നുള്ളി വൃത്തിയാക്കാനിരുന്നു. പാറൂസും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം നിഖിലും ഏട്ടനും കൂടെ നമ്മുടെ പൂക്കളത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടാളാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ തുള്ളി പറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് നമുക്ക് 3 തട്ടായിട്ട് വെക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. ആദ്യം മറ്റേ യെല്ലോ വെച്ചിട്ട് നടുക്കിൽ ഓറഞ്ച് പിന്നെ ഉണ്ട റോസ് അതിങ്ങനെ നമുക്ക് കിട്ടില്ലേ സ്റ്റെപ്പായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെട്ടിച്ചിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ പിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ വെക്കാന്ന് വെച്ചു. പക്ഷെ അവിടെ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഓണായിട്ട് പറയുന്നത്? ഓണമായിരുന്നു സന്തോഷകരമായ ഓണമായി എന്ന് പറയാം. സന്തോഷത്തിന്റെയും മക്കളും മരുമക്കളും ഭർത്താവും എന്താ അല്ലേ അതൊരു ഭാഗ്യല്ലേ ഈത്തോ. മക്കളും മരുമക്കളും പേരകളും എത്ര പേരകള് എന്ത് വേണം വേറെന്ത്? ആര് പൊന്നച്ച അവരാരും സ്കൂളിലേക്ക് പോയിട്ട് വന്നേ പഠിക്കാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ ഉണ്ടാവൂല അല്ലെ കീട്ടു കീട്ടു. ബൗളുകൾ കണ്ടാ അതൊക്കെ എടുത്ത് മേലേക്ക് വെച്ച പതുക്കെ വെക്കണം കേട്ടാ. പൊട്ടാണ്ട്
പതുക്കെ പതുക്കെ വെച്ചോളൂ, പൊട്ടിപ്പോയില്ലേ. സമയം അധികം വൈകാണ്ട് നമ്മൾ കറികളൊക്കെ പാത്രത്തിലാക്കി തുടങ്ങിയിട്ടാ. അവിടെ അപ്പുറത്തത് അവർ പൂക്കളത്തിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ദേ കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്തൊക്കെ വിഭവങ്ങൾ കണ്ടാലോ. എന്തൊക്കെ കറിയുണ്ട്? ഉറക്കെ പറ. മത്തങ്ങയും പയറും സാമ്പാറും അവിയല് പിന്നെ മോര് കാച്ചി, അച്ചാറ്, എല്ലാ സാധനവും എടുത്ത് വെക്കാൻ പാറൂസും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഓരോ ബൗളും എടുത്ത് വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണിക്കണമെന്ന് നോക്കണ്ട, ചെറുപ്പത്തിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു വലുതാകുമ്പോൾ ഒട്ടും പണിയെടുക്കില്ല എന്ന് പറയാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര പണിയെടുക്കുമായിരുന്നു കേട്ടോ, നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു. പക്ഷേ വലുതാകുമ്പോൾ ഞാൻ ഭയങ്കര ഭൂലോകം മടിച്ചായി പോയി. അപ്പം അമ്മ എപ്പോഴും പറയും, പാറു ഇപ്പം ചെയ്യുന്നത് നോക്കണ്ട ടെൻഷോ, കുറച്ചാൾ കഴിയുമ്പോൾ കാണാം അവൾ ഭയങ്കര മടിച്ചിക്കുട്ടി ആവണേന്ന് പറയും കേട്ടോ. അപ്പോൾ സാധനങ്ങൾ നമ്മളിവിടെ ഹാളിലാണ് ഇരിക്കാമെന്ന് വെച്ചത്. അതിലിട്ടിട്ട് ഹാളിൽ ഇരിക്കാമെന്ന് വെച്ചാൽ പിള്ളേരെല്ലാവരും പുറത്താണല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അവിടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ സദ്യ കഴിക്കാമല്ലേ. അപ്പം നമുക്കൊരു വലിയൊരു നാക്കല പോരാണ്ട് വരും, നമുക്കതിൽ സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കേണ്ടി വരും. ഇപ്പം ഇത്രയും കാലമായിട്ടും ഒരു വാഴലയിലാണ് എല്ലാവരും കൂടെ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീടുകളിൽ അങ്ങനെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൊടുത്ത് പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. ഞാൻ ഇതിനു മുമ്പ് കാശിക്കുട്ടിന് ഇത്തിരി ചോറ് കൊടുത്തായിരുന്നു കേട്ടോ, കാരണം അവന് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളമ്പാനും അത് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ സദ്യയിൽ നമുക്കൊരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു, പായസം വയ്ക്കാൻ നമ്മൾ മറന്നുപോയി. ശരിക്കും മറന്നുപോയത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പായസക്കിട്ട് ഞങ്ങൾ തലേദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ പായസം മാത്രം നമ്മൾ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, മുട്ടിന് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഒരു ഉരുള തന്നതാണ്. ചേട്ടൻ അങ്ങനെ ഉരുള തരാറില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വിഷുവിന് അങ്ങോട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിട്ടും എനിക്ക് ഉരുള തന്നില്ല. അപ്പോൾ എനിക്കത് വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ടായിരിക്കണം ഇപ്പോൾ എനിക്ക് ഉരുള തന്നത്. എല്ലാവരുടെയും പിള്ളേരെന്തോ നല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. പാറൂസ് വെറും അച്ചാറ് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെ അടക്കി ഇരുത്താനായിട്ട് ഫോൺ പിടിച്ചിട്ടുണ്ട്. പക്ഷേ വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഇവർ നമ്മളെ കഴിപ്പിക്കുകയില്ല, എന്താ പറയുക, ഒന്നിനും സമ്മതിക്കില്ല ഇവർ. അപ്പോൾ ദേ അച്ഛൻ്റെ വക ഉരുള കിട്ടും നമുക്ക്. അച്ഛൻ്റെ ഉരുള ഭയങ്കര സ്പെഷ്യൽ ഉരുള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛൻ്റെ ഉരുള. അച്ഛൻ എല്ലാ കറിയും കൂട്ടി കുഴച്ചിട്ടൊക്കെയാണ് എടുക്കുക. അടിപൊളിയാണത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദേ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ദേ അച്ഛനോട് പറയണം, അച്ഛൻ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് ഇറങ്ങാൻ പോണത്. അത് കഴിഞ്ഞിട്ടാണ് കീത്തുന്നെങ്കിൽ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഐന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കാറിലിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവനെയും കൊണ്ട് പോകണമെന്ന്. അവന് പോണ വഴിക്ക് നമ്മുടെ ലീനയുടെ അടുത്ത് ഇറക്കിയാൽ മതിയല്ലോ. പക്ഷേ കാശിക്കുട്ടനെ ഒരിക്കലല്ലേ, കാശിക്കുട്ടൻ എന്തായാലും ഉറങ്ങിപ്പോവും. അപ്പോൾ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് അയിനുവിനെ അവിടെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. ഭയങ്കര വാശിയായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. നിൽക്കുന്നത് പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരെ വീട്ടിലേക്കാണ്. ഞാൻ ആക്ച്വലി ശരിക്കും സഞ്ചപ്പനും ചാന്തു പോണേക്കാൻ മുമ്പ് എത്താമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇച്ചിരി അധികം ലേറ്റായി. അവരുടെ ഫസ്റ്റ് ഓണായതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി നേരത്തെ എത്തണ്ടേ. അവർ ചെന്നിട്ട് ഇവർ അവിടെ ഉള്ളൊരു ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ദേക്ക് പാറൂസിന് എടുത്തിട്ട് നേരെ പോയി. അപ്പോൾ എനിക്കറിയാം ഇവിടെ എന്തായാലും പായസം ഉണ്ടാവുന്നു. വിഷുവിനായാലും ഓണത്തിനായാലും ഞാൻ ഇവിടെ എന്തായാലും പാലട പായസം വാങ്ങിക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം. അപ്പോൾ അത് പുറത്തുനിന്ന് ഇവിടെ ക്ലബ്ബിൽ നിന്ന് അച്ഛൻ വരുത്തിക്കായിട്ടാണ് ചെയ്യാറ്. ഞാൻ ചെന്ന് കിടന്ന പാടെ നല്ലോണം ഉറങ്ങി മീൻസ് നമ്മൾ 2 മണി 2:15 എണീറ്റതാണല്ലോ. നല്ല രീതിക്ക് അങ്ങോട്ട് ഉറങ്ങിയായിരുന്നു. ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി എണീറ്റപ്പോഴാണ് കളൊക്കെ ശരിക്കും കാണുന്നത് തന്നെ. അപ്പോൾ രണ്ടുപേരും കൂടെ അമ്മായിപ്പനും അമ്മായിമ്മയും പുതുപ്പെണ്ണും പുതുച്ചിക്കനൊക്കെ കൂടെ കളൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണം കൊണ്ടിട്ടുണ്ട്. സഞ്ജു 2 വർഷത്തിന് ശേഷമാണ് ഓണം കൊള്ളുന്നത് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഗൈസ് ഞാൻ വന്ന പാടെ കിടന്ന് ഉറങ്ങിട്ടോ. ഉറക്കമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളി പോയ അവസ്ഥയായിരുന്നു. കാറിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നുമില്ല, 2:45 എണീറ്റതല്ലേ. നമ്മൾ ഉറങ്ങിയത് സമയം 11:45 12 മണി ആയപ്പോഴാണ് ഉറങ്ങിപ്പോയത്. പിന്നെ നമ്മൾ എണീക്കുന്നത് 2:45 2:45 എണീറ്റു. അയ്യോ,
എനിക്കുണ്ടല്ലോ ഇപ്പോഴായപ്പോഴും എനിക്ക് കണ്ണു പൊന്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഉറങ്ങി, നല്ലോണം ഉറങ്ങി. അപ്പോൾ അത് ഇവിടെ പൂക്കളിട്ട് വെച്ചിട്ടുണ്ട്. നഥുനും മോനും കൂടെ പൂക്കളും ഓണമൊക്കെ കൊണ്ടുവരും. ഇവിടെ നമ്മൾ രാത്രി ഓണം കൊള്ളും കേട്ടോ. അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഇവിടെ ഓണം കൊള്ളും. അപ്പോൾ അവർ ഞാൻ എത്തുമ്പോഴത്തേനും പോയായിരുന്നു. അതായത് 1 മണിക്ക് അവളെ വീട്ടിലേക്ക് ചെല്ലണമായിരുന്നു. അവരെത്തിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 1 മണിക്ക് അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഇവിടെ ഇനി പായസം ഉണ്ടെങ്കിൽ കുടിക്കണം, അത്രേ ഉള്ളൂ. ആദ്യം ഈ ഡ്രസ്സ് നൂലെടുത്ത് 3 മണിക്ക് അണിഞ്ഞ ഡ്രസ്സ്, അത് വെളുപ്പിന് 3 മണിക്ക് ഇട്ട ഡ്രസ്സ്, അത് നൂരി വെക്കട്ടെ ഞാനിപ്പോൾ താണ്ട് വേഗം പായസം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തോണം നല്ല രസമുള്ള ഓണമായിരുന്നു, നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ച ഓണമായിരുന്നു. ഇനി നാത്തൂനായിട്ടുള്ള ഓണം 3ാമത്തിനായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ അടുത്ത ഓണത്തിന്, അടുത്ത ഓണമല്ല 3ാം ഓണത്തിൻ്റെ സെലിബ്രേഷനായിട്ട് നമ്മൾ വേഗം വരാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓണം ഇഷ്ടമായോ? ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.